Good morning. Now let's study angiosperms. Unlike the gymnosperms, where the ovules are naked, in the angiosperms or flowering plants, the pollen grains and ovules are developed into specialized structures called flowers. Angiosperm are the flowering plants, okay? Angiospermiനെയാണ് flowering plants എന്ന് വിളിക്കുന്നത്. പോളൻ ഗ്രെയിനും ഓവ്യൂൾസും ഒക്കെ ഉണ്ടാവുന്നത് ഫ്ലവേഴ്സ് എന്ന സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സിലായിരിക്കും. ഓക്കെ, ഇൻ ആൻജിയോസ്പേം ദ സീഡ്സ് ആർ എൻക്ലോസ്ഡ് ഇൻ ഫ്രൂട്ട്സ്. അതാണ് ഒരു പ്രത്യേകത, സീഡ്സ് ആർ എൻക്ലോസ്ഡ് ഇൻ ദ ഫ്രൂട്ട്സ്. Angiosperms are an exceptionally large group of plants occurring in wide range of habitats. ഒരു ലാർജ് ഗ്രൂപ്പാണ്, ഒരുപാട് ഹാബിറ്ററ്റ്സിൽ വളരുന്നു. They range in size from smallest one, that is Wolfia, to tall trees like eucalyptus over 100 meters. അപ്പോൾ സൈസ് പറയുമ്പം ഏറ്റവും ചെറിയ സ്മോൾ സൈസിലായിട്ടുള്ള ആൻജിയോസ്പേം ആണ് വോൾഫിയ എന്ന് പറയുന്നത്. എന്നാൽ അതുപോലെ ഏറ്റവും ടോളായിട്ടുള്ള ഒരു ആൻജിയോസ്പേം ആണ് യൂക്കാലിപ്റ്റസ് ട്രീ ഒക്കെ ഇല്ലേ, യൂക്കാലിപ്റ്റസ് ട്രീ, ദാറ്റ് ഈസ് 100 മീറ്റേഴ്സ് വരെ അതിന് വളരാൻ പറ്റും. അത്രയ്ക്ക് ടോൾ ആയിട്ടുള്ള ട്രീസ് ആണ്. ദേ ആർ ഓൾസോ ആൻജിയോസ്പേംസ്. They provide us with food, fodder, fuel, medicines and several other commercially important products. So, they are very useful, angiosperms. They are divided into two classes, that is dicotyledons and monocotyledons. This is a figure of angiosperm, that is the flowering plants. The first one, A, is a dicotyledon and B is a monocotyledon. So, നമ്മൾ ഡൈക്കോട്ടിൻ്റെയും മോണോക്കോട്ടിൻ്റെയും പിക്ചർ കണ്ടു. ഇനി നമുക്ക് വായിക്കാം. ദ ഡൈകോട്ടിലിഡൻസ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ സീഡ്സ് ഹാവിങ് 2 കോട്ടിലിഡൻസ്. 2 കോട്ടിലിഡൻസ് ഉണ്ട്. റെറ്റിക്കുലേറ്റ് വീനേഷൻ ഇൻ ലീവ്സിൽ റെറ്റിക്കുലേറ്റ് വീനേഷൻ ആയിരിക്കും. ആൻഡ് ടെട്രാമീറസ് ഓർ പെൻറ്റാമീറസ് ഫ്ലവേഴ്സ് ആയിരിക്കും. അതായത് ദാറ്റ് ഈസ് ഹാവിങ് 4 or 5 മെമ്പേഴ്സ് ഓഫ് ഈച്ച് ഫ്ലോറൽ വേൾ. ഫ്ലോറൽ വേൾഡ്സിൻ്റെ എണ്ണം 4 ആണെങ്കിൽ അത് ടെട്രാമീറസും, 5 ആണെങ്കിൽ പെൻറ്റാമീറസും. അതായത് പെറ്റൽസ് ആവാം അല്ലെങ്കിൽ ടെപ്പൽസ് ആവാം, 2. സോ ദാറ്റ് ആർ ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് ഡൈക്കോട്ട് പ്ലാന്റ്സ്. ദാറ്റ് ഈസ് 2 കോട്ടിലിഡൻസ് ആർ ദെയർ, റെറ്റിക്കുലേറ്റ് വീനേഷൻ ഇൻ ലീഫ്, ടെട്രാമീറസ് ഓർ പെൻറ്റാമീറസ് ഫ്ലവേഴ്സ് ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് ഈസ് മോണോകോട്ട്. ദ മോണോകോട്ടിലിഡൻസ് ഓൺ ദ അതർ ഹാൻഡ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ സിംഗിൾ കോട്ടിലിഡൻ, അല്ലേ? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. പാരലൽ വീനേഷൻ ഇൻ ലീവ്സ്, trimerous flowers having 3 members in each floral whorl. ഓരോ ഫ്ലോറൽ വേളിലും 3 മെമ്പേഴ്സ് വരെ കാണത്തുള്ളൂ. അതാണ് ഡൈക്കോട്ടും മോണോക്കോട്ടും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ദ മെയിൽ സെക്സ് ഓർഗൻ ഇൻ എ ഫ്ലവർ ഈസ് ദ സ്റ്റേമൻ. സ്റ്റേമൻ ആണ് മെയിൽ സെക്സ് ഓർഗൻ. ഈച്ച് സ്റ്റേമൻ കൺസിസ്റ്റ് ഓഫ് എ സ്ലെൻഡർ ഫിലമെൻറ്റ് വിത്ത് ആൻ ആന്തർ അറ്റ് ദ ടിപ്പ്. ഒരു സ്ലെൻഡർ ഫിലമെൻറ്റും ഒരു അതിൻ്റെ ടിപ്പിൽ ഒരു ആന്തറും കൂടെ ചേർന്നതാണ് ഒരു സ്റ്റേമൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു സ്റ്റേമനെങ്കിൽ ഇതിൻ്റെ ഒരു സ്ലെൻഡർ ആയിട്ടുള്ള ഒരു ഫിലമെൻറ്റും ഉണ്ട്, അതിൻ്റെ ടിപ്പിലായിട്ടൊരു ആന്തറും ഉണ്ടാവും. വിത്തിൻ ദ ആന്തേഴ്സ് ദ പോളൻ മദർ സെൽസ് ഡിവൈഡ് ബൈ മിയോസിസ് ടു ഫോം മൈക്രോസ്പോർസ് വിച്ച് മെച്വേഴ്സ് ഇൻ ടു പോളൻ ഗ്രെയിൻസ്. ഈ ഒരു ആന്തറിലാണ് പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ആന്തേഴ്സിൽ പോളൻ മദർ സെൽസ് ഉണ്ട്. ആൻഡ് the pollen mother cell divide by meiosis to produce microspores which matures into the pollen grains. Okay. The female sex organ in a flower is the pistil. Pistil consists of a swollen ovary at the base. Baseil oru swollen ovary കാണും. A long slender style or stigma. ഒരു long slender ആയിട്ടുള്ള style or stigma എന്ന് പറഞ്ഞ സ്ട്രക്ചർ കാണും. ഇൻസൈഡ് ദ ഓവറി, ഈ ഓവറിക്കകത്ത് സ്വോളൻ ആയിട്ടുള്ള ഇൻസൈഡ് ദ ഓവറി ഓവ്യൂൾസ് ആർ പ്രസൻറ്റ്. ഈ ഒരു ഓവറിക്കകത്ത് സ്വോളൻ ഓവറിക്കകത്തായിരിക്കും ഓവ്യൂൾസ് കാണുന്നത്. ജനറലി ഈച്ച് ഓവ്യൂൾ ഹാസ് എ മെഗാസ്പോർ മദർ സെൽ ദാറ്റ് അണ്ടർഗോസ് മിയോസിസ് ടു ഫോം 4 ഹാപ്ലോയിഡ് മെഗാസ്പോർസ്. അപ്പോൾ ഓരോ ഓവ്യൂളിലും ഓരോ മെഗാസ്പോർ മദർ സെല്ല് കാണും. അത് മിയോസിസ് വഴി 4 ഹാപ്ലോയിഡ് ആയിട്ടുള്ള മെഗാസ്പോറുകൾ ഉണ്ടാക്കും. 3 of them degenerate and 1 divide to form the embryo sac. അപ്പം നമ്മുടെ ഓവ്യൂളിനകത്ത്, ഞാൻ ഓവർ വരച്ചു, അതിനകത്ത് ഓവ്യൂൾ ഉണ്ടെന്ന് പറഞ്ഞു. ആ ഓവ്യൂളിനകത്ത് മെഗാസ്പോർ മദർ സെൽ ഉണ്ടാകും. അത് മിയോസിസ് വഴി 4
ഹാപ്ലോയിഡ് മെഗാസ്പോറുകൾ ഉണ്ടാകും. 3 of them will degenerate and 1 will develop into the embryo sac. Each embryo sac has a 3-celled egg apparatus, that is 1 egg cell and 2 synergid, 3 antipodal cells and 2 polar nuclei. Suppose this is an embryo sac. It has a 3-celled egg apparatus. ഒരു 3 സെല്ലുള്ള എഗ് അപ്പാരറ്റസ് ഉണ്ടാകും. അതിലെ 2 എണ്ണം സൈനർജിഡ് ആയിരിക്കും. ഇതും സൈനർജിഡ് ആണെങ്കിൽ ഇതായിരിക്കും അതിലെ എഗ് സെൽ എന്ന് പറയുന്നത്. അപ്പോൾ എംബ്രിയോ സാക്കിൽ 3 സെൽഡ് ആയിട്ടുള്ള ഒരു എഗ് അപ്പാരറ്റസ് ഉണ്ട്. ഈ 3 ഇതിനെയാണ് എഗ് അപ്പാരറ്റസ് എന്ന് വിളിക്കുന്നത്. ഈ എഗ് അപ്പാരറ്റസിൽ എന്തൊക്കെയുണ്ട്? 2 സൈനർജിഡും ഉണ്ട്, ഒരു എഗ് സെല്ലും ഉണ്ട്. ഓക്കെ, അത്രയും മനസ്സിലായല്ലോ. ആൻഡ് 3 ആൻറ്റിപോഡൽ സെൽസ് ആൻഡ് 2 പോളാർ ന്യൂക്ലിയൈ. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ 3 ആൻറ്റിപോഡൽ സെൽസും ഉണ്ടാകും. അതുപോലെ 2 പോളാർ ന്യൂക്ലിയസും ഉണ്ടാകും. ഒരു എംബ്രിയോ സാക്കിൽ എന്തൊക്കെ സെൽസ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഇത്രയുമാണ്. 3 സെൽഡ് ആയിട്ടുള്ള എഗ് അപ്പാരറ്റസ് ഉണ്ട്. ആ എഗ് അപ്പാരറ്റസിൽ തന്നെ 2 എണ്ണം സൈനർജിഡും ഒരു എഗ് സെല്ലുമായിരിക്കും ഉള്ളത്. പിന്നെ 2 പോളാർ ന്യൂക്ലിയയും കാണും, 3 ആൻറ്റിപോഡൽ സെൽസും കാണും. The polar nuclei eventually fuse to produce the diploid secondary nucleus. അന്നടക്ക് ഞാൻ വരച്ചില്ല 2 പോളാർ ന്യൂക്ലിയസ്. ആ 2 പോളാർ ന്യൂക്ലിയസും ഫ്യൂസ് ചെയ്തിട്ട് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെക്കൻഡറി ന്യൂക്ലിയസ് ഉണ്ടാകും. ആൻഡ് അപ്പം ഇതെല്ലാം മ്യൂസിസ് വഴിയല്ല ഉണ്ടായത്. ഈ സെല്ല് ഇപ്പോൾ പറഞ്ഞ എക്സ് സെല്ലും സൈനർജിഡ്സും ആൻറ്റിപോഡൽസും പോളാർ ന്യൂക്ലിയസ് എല്ലാം തന്നെ ഹാപ്ലോയിഡ് ആയിരിക്കും, അതായത് n നമ്പർ ഓഫ് ക്രോമോസോം. അതിലെ 2 പോളാർ ന്യൂക്ലിയൈ ഫ്യൂസ് ചെയ്യുമ്പം n+n എന്തുണ്ടാകും? 2n ആയിട്ടുള്ള ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെക്കൻഡറി ന്യൂക്ലിയസ് ഉണ്ടാകും. അങ്ങനെയാണ് സെക്കൻഡറി ന്യൂക്ലിയസ് ഡിപ്ലോയിഡ് ആയത്. മനസ്സിലായോ? അപ്പം ഇത്രയും നമ്മൾ പറഞ്ഞത് എവിടെയാണ്? ഫീമെയിൽ സെക്സ് ഓർഗൻ ഇൻ എ ഫ്ലവറിംഗ് പ്ലാന്റ് ഈസ് ദ പിസ്റ്റിൽ. പിസ്റ്റിലിന് ഒരു സ്വോളൻ ആയിട്ടുള്ള ഓവറി ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഓവറിക്കകത്താണ് ഒവ്യൂൾ എന്ന് പറഞ്ഞു. ഒവ്യൂളിനകത്ത് ഒരു എംബ്രിയോ സാക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞു. ആ എംബ്രിയോ സാക്കിലുള്ള സെൽസിൻ്റെ കാര്യമാണ് മുമ്പേ പറഞ്ഞത്. അതിലെ സെക്കൻഡറി ന്യൂക്ലിയസ് വരെ നമ്മളിപ്പോൾ പറഞ്ഞു. സോ ലെറ്റ്സ് കണ്ടിന്യൂ. So the pollen grains after dispersal from the anthers are carried by wind or various other agencies to the stigma or of a pistil. ഒരു പിസ്റ്റിലിന് ബേസ് ആയിട്ട് സ്വോളൻ ആയിട്ടുള്ള ഓവറി ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരു സ്റ്റൈൽ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് എന്തുണ്ട്? സ്റ്റിഗ്മ എന്ന് പറഞ്ഞൊരു സർഫസും ഉണ്ട്. ഈ സ്റ്റിഗ്മയിലാണ് ആന്തേഴ്സ് വന്ന് ഫോൾ ചെയ്യുന്നത്. ആ ആന്തേഴ്സ് ഫോളോ ചെയ്ത് കഴിയുമ്പോൾ പോളൻ ട്യൂബ് ഉണ്ടാകും. ഈ പോളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്ത് നേരെ പോളൻ ട്യൂബ് വളർന്നാണ് ഇവിടെ ഓവ്യൂൾ എന്ന് പറഞ്ഞ സ്ട്രക്ചറിലേക്ക് മെയിൽ ഗമീറ്റുകളെ കൊണ്ട് എത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വായിക്കുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും കേട്ടോ. The pollen grain after dispersal from the anthers are carried by wind or various other agencies to the stigma of a pistil. അപ്പം ആന്തേഴ്സ് എവിടെ എത്തി? ഇപ്പം സ്റ്റിഗ്മയിൽ എത്തി. എങ്ങനെ? കാറ്റ് വഴിയോ അല്ലെങ്കിൽ വേരിയസ് അതർ ഏജൻസീസ് എന്ന് പറയുമ്പോൾ എന്താ? വണ്ടനും പൂമ്പാറ്റയൊക്കെ ഇല്ലേ, അവരെല്ലാം ദേ ആർ ദ ഏജൻസ്. അങ്ങനെ എവിടെ എത്തി പോളൻ ഗ്രെയിന്? ആന്തറിൽ പ്രൊഡ്യൂസ് ചെയ്ത പോളൻ ഗ്രെയിന് സ്റ്റിഗ്മയിൽ എത്തി. And this is termed as pollination, and this process is called pollination. The pollen grains germinate on the stigma. The resulting pollen tubes grow through the tissues of the stigma and style reach the ovule. Okay, so നമ്മുടെ സ്റ്റിഗ്മയിൽ പതിച്ച പോളൻ ഗ്രെയിന് പോളൻ ട്യൂബായിട്ട് വളരും. ഈ സ്റ്റിഗ്മയിലൂടെയും സ്റ്റൈലിലൂടെയും പോളൻ ട്യൂബായിട്ട് താഴേക്ക് വളർന്ന് എവിടെ വരെ എത്തും? ഒവ്യൂളിൽ വരെ എത്തും. The pollen tubes enter the embryo sac where the 2 male gametes are discharged. So പോളൻ ട്യൂബ് ഇലോങ്ങേറ്റ് ചെയ്ത് എവിടെ വരെ എത്തി? ഒവ്യൂൾ വരെ എത്തി. അങ്ങനെ ഒവ്യൂളിനകത്ത് എംബ്രിയോ സാക്കിലേക്ക് ഈ പോളൻ ട്യൂബ് കയറും. ഈ പോളൻ ട്യൂബ് എംബ്രിയോ സാക്കിൽ കയറിയിട്ട് ഈ പോളൻ ഗ്രെയിനകത്ത് എത്ര വേണമെങ്കിലും മെയിൽ ഗാമീറ്റ്സ് ഉണ്ട്. അതിൽ 2 മെയിൽ ഗാമീറ്റ്സ് എംബ്രിയോ സാക്കിലേക്ക് ഡിസ്ചാർജ് ചെയ്യും. 2 എണ്ണം. One of the male gametes fuses with the egg cell to form a zygote, that is called a syngamy. When the pollen tube grows into the ovule, that is into the embryo sac, 2 male gametes will be released into the embryo sac. And the 2 male gametes are released into the embryo sac. And one among the male gamete will
fuse with the egg cell to form the zygote. And this is termed as syngamy. Okay. The other male gamete fuses with the diploid secondary nucleus to produce a triploid primary endosperm nucleus, that is PEN. So there is a diploid secondary nucleus that is formed from two polar nucleus. One among the male gamete will fuse with this diploid secondary nucleus to form the primary endosperm nucleus, which is triploid. 3N will be there. കാരണം ഓൾറെഡി N ആയിരുന്ന പോളാർ ന്യൂക്ലിയൈ രണ്ടെണ്ണം ഫ്യൂസ് ചെയ്ത് 2N ആയിരുന്ന ഡിപ്ലോയിഡ് സെക്കൻഡറി ന്യൂക്ലിയസ് ഉണ്ടായി. ഇതിലേക്ക് ആര് വരുന്നു? പോളൻ ഗ്രെയിൻ വരുന്നു. പോളൻ ഗ്രെയിനും N ആണ്, ഹാപ്ലോയിഡ് ആണ്. അങ്ങനെയാണ് നമുക്ക് 3N ആയിട്ടുള്ള ട്രിപ്ലോയിഡ് ആയിട്ടുള്ള പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് കിട്ടിയത്. ദാറ്റ് ഈസ് PEN. ഓക്കെ. Because of the occurrence of two fusions, that is syngamy and triple fusion, this event is called a double fertilization. So the process of male gamete fusing with the diploid secondary nucleus is called a triple fusion. And here syngamy ഉണ്ടാവുന്നുണ്ട്, triple fusion ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ double fertilization എന്ന് വിളിക്കുന്നത്. Because of the occurrence of two fusions, that is syngamy and triple fusion, this event is called a double fertilization. Double fertilization is a unique feature of angiosperm. The zygote develop into an embryo with one or two cotyledons. The zygote develops into the embryo. Zygote അങ്ങനെ embryo ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ആ embryo ഒന്നെങ്കിൽ 2 കോട്ടിലിഡൻ കാണാം, അല്ലെങ്കിൽ 1 കോട്ടിലിഡൻ കാണാം. Okay. And the primary endosperm nucleus develop into the endosperm, which provides nourishment to the developing embryo. അപ്പം സിംഗമി വഴി സൈഗോട്ട് ഉണ്ടായി, അത് ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ആകുന്നു. ആ എംബ്രിയോ ആകാനുള്ള നറിഷ്മെൻറ്റ് കൊടുക്കുന്ന ഒരു വസ്തുവാണ് എൻഡോസ്പേം എന്ന് പറയുന്നത്. ഈ എൻഡോസ്പേം പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഡെവലപ്പ് ചെയ്തുണ്ടാവുന്നതാണ് എൻഡോസ്പേം. ഓക്കെ. The synergids and antipodals degenerate after fertilization. നമ്മുടെ എംബ്രിയോ സാക്കിൽ വേറെ സെൽസ് ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? സൈനർജിഡ്സ് ഉണ്ടായിരുന്നു. എക്സെല്ലിൻ്റെ കൂടെ തന്നെ 2 സൈനർജിഡ് ഉണ്ടായിരുന്നു. അവരും ഡീജനറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ആൻറ്റിപോഡൽസ് 3 ആൻറ്റിപോഡൽ സെൽസ് ഉണ്ടായിരുന്നു. അവരും ഫെർട്ടിലൈസേഷന് ശേഷം ഡീജനറേറ്റ് ചെയ്ത് പോകും. During these events, the ovules develop into the seeds and the ovaries develop into the fruit. അപ്പോൾ ഇത്രയും പറഞ്ഞത് എവിടെയാണ് നടക്കുന്നത്? നമ്മുടെ ഓവറിക്കകത്തുള്ള ഒവ്യൂളിനകത്താണ് ഈ ഫെർട്ടിലൈസേഷൻ ഈവൻറ്റ്സ് നടക്കുന്നത്. അപ്പോൾ ഈ ഡബിൾ ഫെർട്ടിലൈസേഷൻ ഒവ്യൂളിനകത്തെ എംബ്രിയോ സാക്കിൽ നടക്കുന്ന ആ സമയത്ത് തന്നെ ഒവ്യൂൾ എന്ന് പറയുന്നത് സീഡായിട്ടും ഓവറി എന്ന് പറയുന്നത് ഫ്രൂട്ടായിട്ടും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. സോ ദാറ്റ് ഈസ് ദ ലൈഫ് സൈക്കിൾ ഓഫ് ആൻ ആൻജിയോസ്പേം. സോ ലൈഫ് സൈക്കിൾ ഓഫ് ആൻജിയോസ്പേം ഈസ് ഷോൺ ഇൻ ദിസ് ഫിഗർ. In this plant, it is a sporophyte that will have the male and female sex organs. The male sex organ is the stamen, and the female sex organ is the pistil. And inside anther there is pollen grains. Microsporangium is there that will form the microspore. This microspore will form the pollen grain. And the male, that is the male gametophyte. ഇവിടെ മിയോസിസ് വഴി മെയിൽ ഗാമറ്റോഫൈറ്റ്. പോളൻ ഗ്രെയിൻ ആണ് ഇവിടുത്തെ ഗാമറ്റോഫൈറ്റ്. N number of chromosome, that is ഗാമറ്റോഫൈറ്റിക് ജനറേഷൻ ആണ്. ഓക്കെ. അപ്പോൾ ഈ യെല്ലോ കളർ ഷെയ്ഡ് കണ്ടോ, ഇതെല്ലാം ഗാമറ്റോഫൈറ്റിക് ജനറേഷൻ ആണ്. ഇതേ സമയത്ത് തന്നെ ഫീമെയിൽ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ഫീമെയിൽ സെക്സ് ഓർഗൻ ആയിട്ടുള്ള പിസ്റ്റിലിൽ ഓവറി ഉണ്ട്, സ്റ്റൈലുണ്ട്, ആൻഡ് ടോപ്പിലുണ്ട് ഒരു സ്റ്റിഗ്മയുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഒവ്യൂൾ അഥവാ മെഗാസ്പൊറാഞ്ചിയം എന്ന് പറഞ്ഞ സ്ട്രക്ചറിൽ മെഗാസ്പോർ മദർ സെൽസ് ഉണ്ട്. ദിസ് മെഗാസ്പോർ മദർ സെൽ വിൽ ഡെവലപ്പ് ഇൻ ടു ദ എഗ്. ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയത്ത്, അതായത് എയർ കറൻസ് കൊണ്ടുവരുന്ന പോളൻ ഗ്രെയിൻസ്, ദാറ്റ് ഈസ് എ മെയിൽ ഗാമറ്റോഫൈറ്റ്, നമ്മുടെ സ്റ്റിഗ്മയിൽ വന്ന് പതിച്ച് അവിടുന്ന് പോളൻ ട്യൂബ്സ് ഫോം ചെയ്ത് പോളൻ ട്യൂബ് നേരെ എവിടെ വരും? എംബ്രിയോ സാക്കിൽ വരും. എംബ്രിയോ സാക്കിലേക്ക് 2 മെയിൽ ഗമേറ്റ്സിനെ റിലീസ് ചെയ്യും. ഈ 2 മെയിൽ ഗമേറ്റ്സിൽ ഒരെണ്ണം ഫ്യൂസസ് വിത്ത് ദ എക്സെൽ ആൻഡ് ദ അതർ വൺ വിൽ ഫ്യൂസസ് വിത്ത് ദ ഡിപ്ലോയിഡ് സെക്കൻഡറി ന്യൂക്ലിയസ്.
സോ എഗ് സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാവും. ആൻഡ് ആഫ്റ്റർ ദിസ് ഫെർട്ടിലൈസേഷൻ സൈഗോട്ട് വിൽ ഡെവലപ്പ് ഇൻ ടു ദിസ് എംബ്രിയോ. ആൻഡ് ദാറ്റ് ടൈം ദാറ്റ് ആൻറ്റിപോഡൽസും അതുപോലെ തന്നെ സൈനോജിറ്റ്സ് ഒക്കെ ഡീജനറേറ്റ് ചെയ്തു പോകും. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എന്തായിട്ട് മാറും? എൻഡോസ്പേം ആയിട്ട് മാറും. എന്നിട്ട് ഈ എംബ്രിയോയ്ക്ക് വളരാനുള്ള ന്യൂട്രിയൻസ് എല്ലാം കൊടുക്കും. അങ്ങനെ എംബ്രിയോ വളർന്ന് അടുത്ത പ്ലാന്റ് ഉണ്ടാവും. ഇവിടെ ഈ യെല്ലോ ഷെയ്ഡിൽ കൊടുത്തിരിക്കുന്ന ഇത്രയും ജനറേഷൻ എന്ന് പറയുന്നത് ഗെമറ്റോഫൈറ്റിക് ആയിരിക്കും. അതായത് നമ്പർ ഓഫ് ക്രോമസോം ഉള്ള ജനറേഷൻ ആയിരിക്കും, ഹാപ്ലോയിഡ് ആയിരിക്കും. ഇവിടെ കളറില്ലാതെ ഈ വൈറ്റ് പോർഷൻ കൊടുത്തിരിക്കുന്നത് സ്പോറോഫൈറ്റിക് ജനറേഷൻ, ദാറ്റ് ഈസ് 2n എന്ന് പറയുമ്പോൾ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ്. സൈഗോട്ട് മുതൽ അടുത്ത മൈക്രോസ്പൊറാഞ്ചിയം അല്ലെങ്കിൽ മെഗാസ്പോർ മദർ സെല്ല് വരെയും ഡിപ്ലോയിഡ് ആയിരിക്കും. ഈ യെല്ലോ കളർ കിടക്കുന്ന സ്ഥലത്ത് മാത്രമേ ഉള്ളൂ മിയോസിസ് നടന്ന് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗെമറ്റോഫൈറ്റിക് ജനറേഷൻ ഉണ്ടാകുന്നത്. ദാറ്റ്സ് ഓൾ അബൌട്ട് ആൻജിയോസ്പേം ആൻഡ് ഓൾസോ life cycle of angiosperm. The triple fusion and syngamy, both syngamy and triple fusion occurs in this. That is the double fertilization, which is the unique feature of angiosperm. That is a very important point. You must write that point and also elaborate that point when it is asked in exam. Here is the end of this chapter. The next portion that we already studied, that is the plant cycle and alternation of generation. You have to read this chapter thoroughly. Important chapter also. Thank you.